ബിഗ് ബോസ് സീസൺ 7 തുടങ്ങാനിരിക്കുന്ന ഈ സമയത്ത് സീസൺ 4-ൽ മത്സരിച്ച് പ്രശസ്തയായ ഒരു മത്സരാർത്ഥിയുടെ പുതിയ വിശേഷങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. സീസൺ 4-ലെ കരുത്തയായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു നിമിഷ. നിമിഷയുടെ പുതിയ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. താൻ വിവാഹിതയാവാൻ പോവുകയാണെന്ന് അറിയിച്ചിരിക്കുകയാണ് താരം. ഒപ്പം എൻഗേജ്മെന്റ് കഴിഞ്ഞതിൻ്റെ ചിത്രങ്ങളും ഭാവി വരൻ്റെ ചിത്രങ്ങളുമെല്ലാം നിമിഷ പങ്കിട്ടു. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ മീറ്റ് മൈ എക്സ് ബോയ്ഫ്രണ്ട് എന്നാണ് ഫോട്ടോകൾക്ക് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത്. ബോയ്ഫ്രണ്ടിൽ നിന്നും ഫിയാൻസിയിലേക്ക് ഭാവി വരന് സ്ഥാനക്കയറ്റം കൊടുത്തുകൊണ്ടാണ് എക്സ് ബോയ്ഫ്രണ്ട് എന്ന് നിമിഷ കുറിച്ചത്. ഇക്കഴിഞ്ഞ ജൂൺ 6-നായിരുന്നു വിവാഹ നിശ്ചയം നടന്നത്. എന്നാൽ വരൻ്റെ പേര് സാഗർ അൽഫോൺസ് എന്നാണ്. മറ്റ് വിവരങ്ങളൊന്നും നിമിഷ പങ്കിട്ടിട്ടില്ല. പങ്കാളി സമ്മാനിച്ച ഡയമണ്ട് റിങ്ങിൻ്റെ ചിത്രവും നിമിഷ പങ്കുവച്ചു. എൻഗേജ്ഡ്, ഫിയാൻസി, സ്പെയർ ഹ്യൂമൻ തുടങ്ങിയ ഹാഷ്ടാഗുകളും ഫോട്ടോയ്ക്ക് നിമിഷ നൽകിയിട്ടുണ്ട്. ജോർജിയയിൽ വെച്ചാണ് എൻഗേജ്മെന്റ് നടന്നതെന്നാണ് നിമിഷയുടെ പോസ്റ്റിൽ നിന്നും മനസ്സിലാകുന്നത്. നിമിഷയ്ക്കൊപ്പം ബിഗ് ബോസിൽ സഹമത്സരാർത്ഥികളായിരുന്നവരെല്ലാം ആശംസകൾ അറിയിച്ചിട്ട് എത്തിയിട്ടുണ്ട്. അവനെ ബ്ലോക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടിടത്ത് നിന്ന് നിങ്ങളുടെ ഫസ്റ്റ് ഡേറ്റും കയ്യിൽ അവൻ അണിയിച്ച മോതിരവുമായി ഇപ്പോൾ നീ അവനരികിൽ നിൽക്കുന്നതുവരെ എന്തൊക്കെ ട്വിസ്റ്റുകളാണ് സംഭവിച്ചത്. നിന്നെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. എൻഗേജ്മെന്റിന് എല്ലാവിധ ആശംസകളുമെന്നാണ് നിമിഷയുടെ ഉറ്റ ചങ്ങാതിയും ബിഗ് ബോസ് മുൻ മത്സരാർത്ഥിയുമായ ജാസ്മിൻ എം മൂസ കുറിച്ചത്. അങ്ങനെ അവസാനം നിന്റെ വരനെ കാണാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയല്ലോ എന്നാണ് മുൻ ബിഗ് ബോസ് താരം അപർണ ആശംസകൾ നേർന്നുകൊണ്ട് കുറിച്ചത്. സുചിത്ര, റിയ സലീം, സൂരജ് തേലക്കാട് തുടങ്ങിയ നിരവധി ബിഗ് ബോസ് താരങ്ങളും നിമിഷയ്ക്കും വരനും ആശംസകൾ നേർന്നെത്തി. കഴിഞ്ഞ 2 വർഷത്തിലേറെയായി ദുബായിൽ ജോലിയുമായി സെറ്റിൽഡാണ് നിമിഷ. മലയാളിയായ നിമിഷ മിസ് കേരള 2021 ഫൈനലിസ്റ്റ് ആയിരുന്നു. നിയമവിദ്യാർത്ഥിനിയായിരിക്കെയാണ് ബിഗ് ബോസിലേക്ക് എത്തിയത്. ഒപ്പം ആർട്ടിസ്റ്റും മോഡലുമാണ് താരം. ജനിച്ചപ്പോൾ മുതൽ നേരിടുന്ന മാനസികവും ശാരീരികവുമായ പീഡനങ്ങളെക്കുറിച്ച് ബിഗ് ബോസിൽ മത്സരാർത്ഥിയായിരിക്കെ നിമിഷ തുറന്നു പറഞ്ഞിരുന്നു. ശരീരഭാരത്തിൻ്റെ പേരിൽ വലിയ രീതിയിൽ ബോഡി ഷെയ്മിംഗ് അനുഭവിച്ചിട്ടുണ്ട് താരം. മോഡലിംഗിലേക്ക് ഇറങ്ങിയ ശേഷം കുടുംബത്തിൻ്റെ പിന്തുണ പോലും നിമിഷയ്ക്ക് ലഭിച്ചിരുന്നില്ല. അച്ഛൻ ആൺകുട്ടി ജനിക്കണമെന്നാണ് ആഗ്രഹിച്ചതെന്നും എന്നാൽ പെൺകുട്ടി പിറന്നതിനാൽ ചെറുപ്പം മുതൽ അച്ഛന് തന്നോട് ഇഷ്ടക്കുറവും ദേഷ്യവുമായിരുന്നെന്നും താരം തുറന്നു പറഞ്ഞു. അന്നു മുതൽ ജീവിതത്തിൽ ജയിച്ച് കാണിക്കണമെന്ന ആഗ്രഹവും വാശിയുമായിരുന്നു താരത്തിന്. ബിഗ് ബോസിൽ നിന്നും തിരിച്ചു വന്ന ശേഷം കുടുംബത്തെയും നിമിഷയ്ക്ക് തിരിച്ചു കിട്ടിയിരുന്നു. താൻ പ്രണയത്തിലാണെന്ന് മുമ്പൊരിക്കൽ നിമിഷ പറഞ്ഞിരുന്നു. അന്നു മുതൽ താരത്തിൻ്റെ വരനെ കാണാൻ ആരാധകരും കാത്തിരിക്കുകയായിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ആരംഭിക്കാൻ ആഴ്ചകൾ മാത്രം അവശേഷിക്കെ പുതിയ സീസണിലെ മത്സരാർത്ഥികളെയും ഗെയിമുകളും എല്ലാം കാണാനും അറിയാനുമെല്ലാമായി ത്രില്ലോടെ കാത്തിരിക്കുകയാണ് BB പ്രേക്ഷകർ. ഈ വർഷം അല്പം വൈകിയാണ് ബിഗ് ബോസ് സീസൺ ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ കോമണറായി മത്സരിക്കാനുള്ള എൻട്രികൾ ക്ഷണിച്ചു തുടങ്ങി. തിരഞ്ഞെടുക്കപ്പെടുന്ന 1-2 കോമണർ മത്സരാർത്ഥികൾ ഈ സീസണിലും ഉണ്ടാകും.